ഇടുക്കി കാഞ്ഞിരവേലിയിൽ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം സംസ്കരിച്ചു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. സംഭവത്തിന് പിന്നാലെയുണ്ടായ പ്രതിഷേധത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങളുണ്ടായി. രൂക്ഷമായ കാട്ടാനശല്യമുള്ള കാഞ്ഞിരവേലിയിൽ ആദ്യമായി ഒരാൾ കൊല്ലപ്പെട്ടതിന്റെ സങ്കടവും പ്രതിഷേധവും ഉള്ളിലൊതുക്കിയാണ് ബന്ധുക്കളും നാട്ടുകാരും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. 10 മണിയോടെ വീട്ടിൽ ചടങ്ങുകൾ ആരംഭിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന ആരോപണവുമായി ഇന്ദിരയുടെ സഹോദരൻ രംഗത്തെത്തി. ഞങ്ങൾ പ്രതിഷേധത്തിനോട് യോജിപ്പുണ്ടായിരുന്നു. മൊത്തത്തിൽ നാട്ടുകാർ ജനങ്ങളെന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയവൽക്കരിച്ചതിനോട് നമുക്ക് തീർത്തും യോജിപ്പില്ല. അവർ മോർച്ചറിയിൽ നിന്ന് ബലമായിട്ട് കൊണ്ടുപോയത്. എൻ്റെ പെങ്ങൾക്ക് ഇത് പറ്റി, നാളെ ഒരു സംഭവം ഇതുപോലെ ഉണ്ടാകാതിരിക്കാനായിട്ട് സർക്കാരിൽ നിന്ന് ഉറപ്പ് കിട്ടാനായിട്ട് നമ്മളൊരു പ്രതിഷേധത്തിന് നമ്മൾ സമ്മതിച്ചു. തങ്ങളുടെ അനുവാദത്തോടെയായിരുന്നു പ്രതിഷേധമെന്നും മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന പരാതിയില്ലെന്നുമായിരുന്നു ഇന്ദിരയുടെ ഭർത്താവിന്റെ പ്രതികരണം. അങ്ങനെ ഒരു പരാതി അവിടെ ഇല്ലല്ലോ. കാരണം ഞങ്ങളെ സംബന്ധിച്ചാണല്ലോ ഇവർ ഉപരോധിക്കാൻ പോണത്. അല്ലാതെ അവർ ബലമായിട്ട് ബോഡി എടുത്തുകൊണ്ട് പോയതല്ല. എന്തെങ്കിലാണ് സർക്കാർ നേരിട്ട് ഇടപെടുകയുള്ളൂ എന്ന് പറഞ്ഞ കാരണമാണ് ഇവർ ബോഡി എടുത്തുകൊണ്ടുപോയി പ്രതിഷേധിച്ചത്. ഇന്നലെയാണ് കൃഷിയിടത്തിലേക്ക് പോയ ഇന്ദിര കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. രാഷ്ട്രീയ നിലപാടുകൾക്കുമപ്പുറം വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാട്ടാനശല്യം തടയാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നുമാണ് സർക്കാർ വാഗ്ദാനം. തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന സൂചനയും നാട്ടുകാർ നൽകുന്നുണ്ട്. ഇടുക്കി കാഞ്ഞിരവേലിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ വിൽസൺ കളരിക്കലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.